എനിക്ക് ഫാറ്റ് ലിവറാണ്, ഞാൻ അധികം കൊഴുപ്പുള്ള ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലല്ലോ, എനിക്കധികം തടിയുമില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് എനിക്ക് ഈ ഫാറ്റ് ലിവർ വരുന്നത്? എടാ നീ എന്താ കഴിക്കാറ്? ഞാൻ നല്ല ഫ്രൂട്ട് ജ്യൂസും ഇതൊക്കെ കഴിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാം. പഞ്ചസാര അത് ഒരു മാധുര്യമാണെന്ന് നമ്മൾ വിചാരിച്ചു. അതൊരു മധുരമല്ല, ഒരു ബയോളജിക്കലായിട്ടുള്ള ബയോകെമിക്കൽ സമ്മർദ്ദമാണ്. ഫാറ്റി ലിവർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് കുറ്റപ്പെടുത്തും. 24 മണിക്കൂർ അവിടെ പോയിട്ട് ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി അടിച്ച് പൊളിക്കല്ലേ, പിന്നെ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഫാറ്റ് ലിവർ വരാതിരിക്കുക എന്ന് പറയും. എണ്ണയെ അങ്ങോട്ട് കുറ്റപ്പെടുത്തും. എണ്ണ അപകടകാരിയാണ്. പക്ഷേ ഇന്ന് അതിലേറ്റവും പ്രധാനമായിട്ട് കാണുന്നത് എന്താണ്? പഞ്ചസാരയാണ്, പ്രത്യേകിച്ച് ഫ്രക്ടോസ്. ഗ്ലൂക്കോസ് എന്ത് ചെയ്യും? എല്ലാ കോശങ്ങളും ഈ ഗ്ലൂക്കോസ് ഉപയോഗപ്പെടുത്തും. പക്ഷെ ഫ്രക്ടോസ് അങ്ങനെയല്ല. ഫ്രക്ടോസ് പ്രധാനമായിട്ടും നമ്മുടെ കരളാണ് അത് പ്രോസസ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് കരൾ ഒരു ഷുഗർ ഷോക്ക് അബ്സോർബറായിട്ട് പ്രവർത്തിക്കും. അമിതമായിട്ടുള്ള ഷോക്ക് ഈക്വൽ ടു ലിവറിന് കേടുപാട്. മധുരപാനീയങ്ങൾ അധികമായി കഴിച്ചാൽ എന്താണ് സംഭവിക്കുക? കോള അല്ലെങ്കിൽ മധുരമായിട്ടുള്ള ചായ കുടിക്കുന്നു, പഞ്ചസാര വേഗത്തിൽ രക്തത്തിലേക്ക് എത്തുന്നു, ഫ്രക്ടോസ് നേരിട്ട് കരളിലേക്ക് പ്രവേശിക്കുന്നു, അധിക കൊഴുപ്പായിട്ട് മാറുന്നു. ഇന്ന് വന്നിട്ടുണ്ട് പലരും ട്രൈഗ്ലിസറൈഡ്സിൻ്റെ അളവൊക്കെ കൂടിയിട്ട്. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഈ ഫ്രക്ടോസ് നേരിട്ട് അങ്ങോട്ട് എത്തിയിട്ട് അത് കൊഴുപ്പായിട്ട് സംരക്ഷിപ്പിച്ച് വെക്കുകയാണ്. അത് കരളിൽ അടിഞ്ഞുകൂടുന്നു. ഇത് ദിവസം ദിവസം ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പം അത് ഫാറ്റി ലിവറായിട്ട് പരിവർത്തനം ചെയ്യുന്നു. ലിക്വിഡായിട്ടുള്ള പഞ്ചസാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ അപകടകാരിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഡി നോവോ ലിപ്പോജെനസിസ് എന്താണ് അർത്ഥം? പുതിയ കൊഴുപ്പ് നിർമ്മാണം. അധികമായിട്ടുള്ള ഫ്രക്ടോസ് കൊഴുപ്പ് നിർമ്മിക്കുന്നു. അതുകൊണ്ട് സ്ലിം ആളുകളിൽ പോലും ഫാറ്റി ലിവർ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കണം ഒളിഞ്ഞിരിക്കുന്ന പഞ്ചസാരകൾ. പലപ്പോഴും നമ്മളിത് കൗണ്ട് ചെയ്യാറില്ല. പല തവണകളായി കഴിക്കുന്ന കപ്പ് ചായകൾ, ബേക്കറികൾ, സോസുകൾ, ഫ്ലേവേഡ് ആയിട്ടുള്ള യോഗട്ട്, എനർജി ഡ്രിങ്ക്സ്, ദിവസം 10 മുതൽ 20 സ്പൂൺ വരെ പലരും ഇങ്ങനെ അറിയാതെ അകത്താക്കിയിട്ടുണ്ടാവും. കരൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ കഴിക്കുന്ന പഞ്ചസാരയുടെ ഓരോ സ്പൂണും അത് എണ്ണിത്തിട്ടപ്പെടുത്തും എന്നുള്ളതാണ്. പഴം അല്ലെങ്കിൽ പഴം ജ്യൂസ്, എന്താണ് മാറ്റം? പഴം കഴിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരുപാട് നാരുകൾ കൂടി കിട്ടും. ഈ പഴം കഴിക്കുമ്പം ഇത് നമ്മുടെ ശരീരത്തിൽ ആഗിരണം ചെയ്യുന്നത് പതുക്കെയാണ്. ഇത് ജ്യൂസാക്കി കഴിക്കുമ്പോഴോ നോ ഫൈബർ ഇല്ല. വേഗത്തിൽ അത് കഴിച്ച ഉടനെ തന്നെ നമ്മുടെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് അങ്ങോട്ട് കൂടും. 4-5 ഓറഞ്ച് ജ്യൂസായി കഴിക്കാൻ അത് വളരെ എളുപ്പമാണ്. പക്ഷേ നമ്മളെ കരളിന് അത്ര വേഗം കഴിക്കുന്നതങ്ങ് ഇഷ്ടമല്ല. നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിക് ചെയിൻ റിയാക്ഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മൾ അധികം ഫ്രക്ടോസ് ഉള്ളിൽ ചെല്ലുന്നു, അത് ട്രൈഗ്ലിസറൈഡ് ലെവൽ ഉയർത്തുന്നു, നമ്മൾ വയറിലെ കൊഴുപ്പ് കൂട്ടുന്നു, ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടുന്നു, യൂറിക് ആസിഡ് വരുന്നു, നമ്മളെ ശരീരത്തിൽ നീർവീക്കം അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ അണുബാധ ഉണ്ടാകുന്നു. നമ്മുടെ കേരളത്തിലൊരു ഡെയിലി പാറ്റേൺ എങ്ങനെയാണ്? രാവിലെ ചായ, വൈകുന്നേരം ചായ, വാരാന്ത്യങ്ങളിലൊക്കെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, മദ്യപിക്കുന്നൊന്നും ഉണ്ടാവില്ല. ഇല്ലെങ്കിലും പഞ്ചസാര നമ്മളെ കരളിനെ ബാധിക്കും, മദ്യപിച്ച ഒരവസ്ഥ ഉണ്ടാക്കും. കരൾ എന്ന് പറഞ്ഞൊരു ചെറിയ വർക്ക്ഷോപ്പാണ്. ദിവസം 5 ബോക്സ് പ്രശ്നമല്ല, 50 ബോക്സ് അതൊരു ഗതികേടാണ്. ഫ്രക്ടോസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇതിലേക്ക് എത്തുന്ന ഓരോ മണിക്കൂറിലും എത്തുന്ന പാഴ്സലുകളാണ്. ഡോക്ടറെ, ഞാൻ മധുരമൊന്നും കഴിക്കാറില്ലല്ലോ, പക്ഷെ ചായ കുടിക്കാറുണ്ട്. ചായ പ്ലസ് പഞ്ചസാര പ്ലസ് കുറച്ച് ചായ. കരളിനെ നിങ്ങളെ മാർക്കറ്റിംഗ് ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഷുഗർ റീസെറ്റ് പ്രോഗ്രാം ചെയ്യാം. 14 ദിവസം നമ്മൾ തീരുമാനിക്കുക പഞ്ചസാര ചായയിലിടില്ല എന്ന്. ഇന്ന് പാക്കേജ് ജ്യൂസ് ഒരു 14 ദിവസത്തെ കുടിക്കില്ല. സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിക്കില്ല. എന്ത് കഴിക്കുമ്പോൾ അതിൻ്റെ ലേബൽ നോക്കും, അതിൽ എത്ര ഷുഗർ അടങ്ങിയിട്ടുണ്ട് നോക്കുമെന്ന് തീരുമാനിക്കാം.
ഈ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ 8 മുതൽ 12 ആഴ്ച കൊണ്ട് നിങ്ങളെ ഫാറ്റ് ലിവർ കുറഞ്ഞിരിക്കും. ചെറിയൊരു അസൈൻമെൻറ്റ് ചെയ്യാം. നമ്മൾ ഒരു ദിവസം എത്ര സ്പൂൺ പഞ്ചസാര അകത്താക്കുന്നുണ്ട്? ആഴ്ചയിൽ എത്ര തവണ മധുരപാനീയങ്ങൾ കഴിക്കുന്നുണ്ട്? ജ്യൂസ് നമ്മൾ പതിവായിട്ട് കഴിക്കുന്നുണ്ടോ? നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിനെക്കുറിച്ചുള്ള അറിവുണ്ടായാൽ തന്നെ നമുക്കതിന് നിയന്ത്രണവും ഏറ്റെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്.